നിങ്ങളുടെ കത്തെന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ അടിമ സ്ത്രീകളെ മോചിപ്പിച്ച് വിവാഹം കഴിച്ചു എന്നതാണ് കുറ്റം. എന്നാൽ ഇസ്ലാമിൽ അതിന് ന്യൂനതയില്ല. ഈമാനും തഖ്വയും അടിസ്ഥാനപരമായ വിശ്വാസവും ഉണ്ടെങ്കിൽ അവർക്കാണ് സ്ഥാനമാനമെന്ന് പ്രഖ്യാപിച്ച ഇസ്ലാമിനെ ചെറുതാക്കാൻ നിങ്ങൾ ഇറങ്ങിക്കൂടാതെ മുആവിയ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതിയപ്പോ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കണ്ടില്ലേ ബനൂ ഹാഷിമിന്റെ നാവുകൾ കൊല്ലന്മാരുടെ കയ്യിലുള്ള ആയുധത്തേക്കാൾ വലിയ മൂർച്ചയുള്ളതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മദീനയിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരായ പ്രമുഖരായ 3 വ്യക്തിത്വങ്ങളും അടിമകളെ മോചിപ്പിച്ച് വിവാഹം കഴിച്ചവരാണ്. അടിമകളെ മോചിപ്പിച്ച് ഭാര്യമാരായി സ്വീകരിച്ചവരാണ്. അതിലൂടെയുള്ള ലക്ഷ്യമെന്തായിരുന്നു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. അടിമകളെ അവഗണിച്ചു കളയാതെ അവർക്ക് ജീവനുള്ള അവകാശം നൽകലാണ്, അവർക്ക് വലിയ പദവി നൽകലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. കാരണം അഹ്ലു ബൈത്തിന്റെ മാതൃകകൾ ലോകത്തിന് മുഴുവനും വലിയ ഉദാത്തമായ മാതൃകയാണ്. സബ്സെ അഅ്ലാ വ ഔലാ ഹമാരാ നബി अपने मौला का प्यारा हमारा नबी सबसे ऊंचा व ऊंचा हमारा नबी. ലോകത്തുള്ള എല്ലാ വ്യക്തിത്വങ്ങളെക്കാളും അത്യുദാത്തമായ പദവിയുടെ ഉടമയാരാണ്? മദീനയുടെ നായകൻ, ലോകത്തിന്റെ മുഴുവനും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പ്രിയമുള്ള ചെറുപ്പക്കാരെ, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകണമെങ്കിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ മക്കൾ നല്ലവരാകണമെങ്കിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നല്ല ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റുന്ന പെണ്ണിനെ കെട്ടലാണ്. ആലൂസി അദ്ദേഹത്തിന്റെ രചനയിൽ എഴുതുന്നുണ്ട്, ഒരു കുട്ടി വാപ്പാനെ അനുസരിക്കുന്നില്ല. ഉസ്താദിനോട് വന്ന് കംപ്ലൈന്റ് പറഞ്ഞു, എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല. മകനോട് പറഞ്ഞു, മോനെ വാപ്പാനെ അനുസരിക്കണം, അല്ലെങ്കിൽ ഇത് വലിയ കുറ്റമാണ്. അപ്പോൾ മകൻ മറുപടി പറയുകയാണ്, ഉസ്താദേ, വാപ്പ എനിക്ക് ചെയ്തു തരേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്താലല്ലേ ഞാൻ വാപ്പയെ ബഹുമാനിക്കേണ്ടത്. ചോദിച്ചു, എന്താണ് മോനെ വാപ്പ നിനക്ക് ചെയ്തു തരേണ്ടത്? വാപ്പ ഒന്നാമതായി എനിക്ക് ചെയ്തു തരേണ്ടത് നല്ല ഒരു ഉമ്മയെ എനിക്ക് നൽകണമായിരുന്നു. നല്ല ഒരു ഉമ്മാനെ നൽകിയില്ല. വാപ്പ എനിക്ക് ഒന്നാമത് ചെയ്തു തരേണ്ട ഒരു ഗുണമായിരുന്നു നല്ലൊരു ഉമ്മയെ തരണം. വാപ്പ ഏതോ ഒരു പെണ്ണിനെ പോയി കിട്ടിയതാണ്. അതിൽ പിറന്ന എനിക്ക് വാപ്പയോട് പ്രതിബദ്ധത കാണിക്കാൻ ഉമ്മയാകുന്ന പാഠശാല എനിക്കൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. സാമ്പത്തികമായ മോഹങ്ങളുടെയും താൽക്കാലികമായ സംവിധാനങ്ങളുടെയും ഭൗതികമായ മാനദണ്ഡങ്ങളുടെയും പേരിൽ വിവാഹം കഴിക്കുന്ന യുവാക്കളെ, നിങ്ങളോടുള്ള വലിയൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾക്ക് നല്ല മക്കള് വേണോ? നല്ല മക്കളെ പ്രസവിക്കാൻ പറ്റുന്ന പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചോ. അതിന്റെ മാനദണ്ഡം എന്താണ്? സ്വലാഹിയത്താണ്. ഫദ്ഫർ ബിദാത്തിദ്ദീൻ. ദീനിയായ മാനദണ്ഡങ്ങൾ വിവാഹ മേഖലയിൽ വലിച്ചെറിയപ്പെട്ട കാലമാണ്. പരിഷ്കൃത വിവാഹത്തിന്റെ പേരിൽ മൂല്യങ്ങൾ തകരുന്ന ലോകമാണ്. വിവാഹത്തിന്റെ അനാചാരം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്തിന്റെ മൂല്യം അലങ്കോലപ്പെടുത്തി കളയുന്ന സാമൂഹിക ഘടനയാണ്. ഇവിടെയെല്ലാം അല്ലാഹുവിനെ അറിയുന്ന ഒരു ഭവതിയെ, ഒരു സ്ത്രീയെ നീ ഭാര്യയായി സ്വീകരിച്ചാലല്ലാതെ നിനക്ക് സ്വാലിഹായ മക്കളെ പ്രസവിച്ചു തരുമോ?
പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം. ആ കുടുംബത്തിൽ നിന്ന് വരുന്നതെല്ലാം രത്നങ്ങളാണ്, മൂല്യങ്ങളാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുടുംബത്തിന്റെ മഹാത്മ്യവും അവിടുത്തെ കുടുംബത്തോടുള്ള ബന്ധവും പറയുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് എന്നവരുടെ കുട്ടി മരണപ്പെട്ടു പോയി. ഫബക്കത്ത് അലൈഹി, മഹദി കരയുകയാണ്. ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, എന്റെ പിതൃ സഹോദരന്റെ ഭാര്യയായ ഉമ്മ, നിങ്ങൾ കരയുകയാണോ? ഈമാനുള്ള ഒരു മാതാവിന് ഓരോമന കുഞ്ഞ് മരിച്ചു പോയാൽ അവർക്ക് സ്വർഗമുണ്ട് ഉമ്മ. നിങ്ങൾക്ക് നിങ്ങളുടെ ചോരപ്പൈതൽ മരണപ്പെട്ടു പോയതിന് സ്വർഗത്തിലൊരു വീടുണ്ട് ഉമ്മ. അതിൽ സമാധാനിച്ച് മുന്നോട്ടിറങ്ങുമ്പോഴാണ് അതാ ഒരാൾ വിളിച്ചു പറയുകയാണ്, ഏതോ ഒരാൾ അവിടുന്ന് വിളിച്ചു പറയുന്നു, ഇന്ന ഖറാബത മുഹമ്മദിൻ ലൻ തുഗ്നി അൻകി മിനല്ലാഹി ശൈആ. ഓ സഫിയ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമായി എന്ന കാരണത്താൽ നിങ്ങൾക്ക് റബ്ബിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും ലഭിക്കാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ് ഞങ്ങൾ എന്നതിനാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു സ്ഥാനവും ലഭിക്കാനില്ല. ഇത് കേൾക്കുമ്പോഴേക്ക് മഹദി അങ്ങ് കരയാൻ തുടങ്ങി. ഫബക്കത്ത് ഫസമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗതഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫിയ റളിയല്ലാഹു അൻഹയുടെ നിലവിളി കേൾക്കുകയാണ്, കരച്ചിൽ കേൾക്കുകയാണ്. ഉടനെ മഹാനരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരമറിഞ്ഞില്ല, കാരണമറിയുന്നില്ല, കരച്ചിലേ കേൾക്കുന്നുള്ളൂ. കുട്ടി മരണപ്പെട്ടതിനാലാണ് പിന്നെയും കരയുന്നതെന്നാണ് പ്രത്യക്ഷത്തിലുള്ള അടയാളം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ ഉമ്മ, വഖദ് ഖുൽതു ലകി മാ ഖുൽതു, ഞാൻ പറയാനുള്ള വിശദീകരണങ്ങളെല്ലാം പറഞ്ഞിട്ടും പിന്നെ എന്തിനാണ് കരയുന്നത് ഉമ്മ? ഉടനെ സഫിയ റളിയല്ലാഹു അൻഹ പറയാണ്, ലൈസ ദാലിക അബ്കാനി. ഓ പ്രിയമുള്ള ഹബീബായ നബിയേ, ഞാൻ കരഞ്ഞത് അതിനല്ല, ഞാൻ കരഞ്ഞത് അതിന്റെ പേരിലല്ല, മകൻ മരണപ്പെട്ടു പോയതിന്റെ പേരിലല്ല. അതാ ഒരാള് പറഞ്ഞത് കണ്ടില്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമായി എന്ന കാരണത്താൽ ഒരു മേന്മയും നിങ്ങൾക്ക് ലഭിക്കാനില്ല എന്ന് പറഞ്ഞല്ലോ. അത് കേട്ടപ്പോഴാണ് കരയുന്നത്. യാ റസൂലല്ലാഹ്, ജിസ് തറഫ് ഉഡ് ഗയി ദം में दम आ गया, उस निगाहे इनायत पे लाखों सलाम. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം ലഭിക്കുന്ന സ്ഥാനത്തിനും മഹത്വമുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടമെത്തുന്ന സ്ഥാനത്തിനും മഹത്വമുണ്ട്. എന്നിരിക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന് മഹത്വമില്ല എന്ന് പറഞ്ഞ കാരണത്താലാണ് ഞാൻ സങ്കടപ്പെടുന്നത്. ഉടനെ മഹാനരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, എല്ലാ കാരണങ്ങളും മുറിഞ്ഞു പോകുന്നതാണ്, എല്ലാ പരമ്പരയും അസ്തമിക്കുന്നതാണ്. ഇല്ലാ സബബി വനസബി, ഇല്ലാ സബബി വനസബി, എന്റെ കാരണവും എന്റെ പരമ്പരയുമല്ലാത്തതെല്ലാം മുറിഞ്ഞു പോകുന്നതാണ്.
എന്റെ കുടുംബമോ മൗസൂലത്തുൻ ഫിദ്ദുനിയാ വൽ ആഖിറ, ഇരുലോകത്തും ഇഴചേർക്കപ്പെടുന്നതാണ്. എന്റെ കുടുംബവും എന്റെ കാരണവും മുറിയുന്നതല്ല. ഈ പ്രഖ്യാപനം അങ്ങ് കേൾക്കുമ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, ഇതങ്ങ് കേട്ടപ്പോൾ ഞാൻ ഉമ്മു കുൽസൂം എന്നവരെ നിക്കാഹ് ചെയ്തു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം കേട്ടപ്പോ ഞാൻ ഉമ്മു കുൽസൂം എന്നവരെ കല്യാണം കഴിച്ചത് എന്തിനാണ്? വഹബബതു അൻ യകൂന ബൈനി വബൈനഹു സബബുൻ വനസബുൻ, എനിക്കും എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേരാനുള്ള ഒരു പാരമ്പര്യത്തിന്റെ കണ്ണിയും ഒരു കുടുംബത്തിന്റെ ചാർച്ചയും ഒരു കാരണത്തിന്റെ നിമിത്തവും ഉണ്ടാകാൻ ഞാനതാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോട് ലയിച്ചുപോയി. അതുകൊണ്ട് അഹ്ലുബൈത്ത് എന്ന കാരണം മുറിയുന്ന കാരണമല്ല, അഹ്ലുബൈത്തിന്റെ പരമ്പര മുറിയുന്ന പരമ്പരയല്ല, അവരുടെ സ്ഥാനം ചെറുതാകുന്നതല്ല. കാരണം അവരുടെ നേതാവാരാണ്? റസൂലോ സേ അലാ ഹമാരാ നബി. രാജാധികാരത്തിന്റെ പദവികൾക്കില്ല, മറ്റേതെങ്കിലും ഭൗതികമായ മാനദണ്ഡങ്ങൾക്ക് വഹിക്കാനില്ലാത്ത ഉന്നതമായ പദവിയുടെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന എന്റെയും നിങ്ങളുടെയും ഹൃദയാന്തരാളത്തിലെ പ്രണയത്തിന്റെ പ്രകൃഷ്ട ബന്ധങ്ങളെ ചേർത്തു വെക്കപ്പെട്ട മദീനയുടെ നായകരെ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ മഹിതമായ സദസ്സിൽ നിന്നുയരുന്ന സ്വലാത്തിന്റെ ഇരടികളെ ആവഹിക്കാൻ കാത്തിരിക്കുന്ന മദീനയിലെ മഹിഷ്ടമായ മണൽത്തരികളിൽ ഉമ്മ വച്ചുറങ്ങുന്ന ലോകത്തിന്റെ നായകരെ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോരും ഇടപെടാനില്ലാത്ത മഹ്ശറിന്റെ വിഹ്വലമായ ഇടവേളയിൽ ഇല്ല എന്റെ ഉമ്മത്തിന് മോക്ഷം വേണമെന്ന് പറഞ്ഞ് അർശിന്റെ സന്നിധാനത്തിലേക്ക് നെറ്റി അമർത്തിയിട്ട് മോചനത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ആധികാരികമായ ആദ്യത്തെയും അവസാനത്തെയും ശബ്ദമേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കോടാനകോടി വ്യക്തി പ്രഭാവങ്ങളെ ലോകത്തിന്റെ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോഴും ആത്മാവിന്റെ അടിത്തട്ടിൽ സൂക്ഷിക്കപ്പെടാൻ മാനദണ്ഡങ്ങളില്ലാതെ പ്രണയം കൊണ്ട് സ്വീകരിക്കപ്പെടുന്ന ഏകീഭാവമുള്ള മഹിഷ്ട വ്യക്തി പ്രഭാവമേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയുടെ നായകരെ, ലോകത്തിന്റെ മുഴുവനും നേതാവേ, ഏകാന്തതയിലെ വസന്തമേ, ഒറ്റക്കിരിക്കുമ്പോൾ എനിക്ക് പ്രണയ ചുംബനം നൽകാനുള്ള ഹൃദയത്തിലെ രാജകുമാരനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് സലാമുകൾ മദീനയിലേക്കുള്ള സമ്മാനമാണ്. ഇത് ഉദ്യാനത്തിലേക്ക് എത്തിച്ചേരുന്ന ബുൽബുലുകളാണ്. ഇത് വസന്ത ഭൂമിയിലേക്കുള്ള മനോഹരമായ സമ്മതിദാനങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി മദീനയിലേക്ക് ഉയരട്ടെ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ. തങ്ങൾ ആരെന്നറിയുമോ? അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ അമ്മി അരയുന്നുണ്ട്, പക്ഷേ സഹായിക്കാൻ ആരുമില്ല.
ഉടനെ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഓ അബൂദറെ, അറിയുമോ അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്, ഖദ് വക്കിലൂ ബിമഊനതി ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ട മലക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ സഹായിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ദിക്റിന്റെ മജ്ലിസിലേക്ക് വരുന്ന മലക്കുകളെ പോലെ, ശ്രേഷ്ഠമായ മജ്ലിസുകളിലേക്ക് എത്തിച്ചേരുന്ന മലക്കുകളെ പോലെ, അഹ്ലുബൈത്തിന് തണലേകുവാൻ മുതഅല്ലിമീങ്ങൾക്ക് തണൽ വിരിക്കുന്ന മലക്കുകളെ പോലെ മഹാന്മാരായ അഹ്ലുബൈത്തിനെ സഹായിക്കാൻ ഒരു പറ്റം മലക്കുകളുണ്ട്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ എല്ലാ സംരംഭങ്ങളും തുടങ്ങുമ്പോൾ സാദാത്തുക്കളെ കൊണ്ട് തുടങ്ങിപ്പിക്കുന്നു. അതിൽ പ്രത്യേകമായ ഒരു പ്രഭാവമുള്ളതുപോലെ സയ്യിദന്മാര് തുടങ്ങുന്ന സ്ഥാപനങ്ങൾ അഭൂതപൂർവമായി വളരുന്നു. അത് അല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായമാണ്. അഹ്ലുബൈത്തിന്റെ ശരീരവും അവിടുത്തെ സ്പർശവും ഏൽക്കുമ്പോഴേക്ക് സദസ്സുകൾ അവിടുന്ന് അലങ്കൃതമാവുകയാണ്. മഅദിൻ ലോകപ്രസിദ്ധമായ ഒരു വൈജ്ഞാനിക കേന്ദ്രമായി ഉയരുമ്പോ അതിന് നേതൃത്വം നൽകുന്ന മഹാനായ സയ്യിദ് അവറുകളുടെ വിലാസമാണ് നമ്മൾ അറിയുന്നത്. ആലു റസൂലില്ലാഹി അലിൻ മഖാമുഹും വആലു റസൂലില്ലാഹി സൈനുൽ മഹാഫിലി. അഹ്ലുബൈത്ത് അവർ ആലിൻ മഖാമുഹും, അവരുടെ സ്ഥാനങ്ങൾ ഉയർന്നതാണ്. വആലു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ആലിൻ മഖാമുഹും വആലു റസൂലില്ലാഹി സൈനുൽ മഹാഫിലി. സദസ്സുകളുടെയും സംഘങ്ങളുടെയും അലങ്കാരമാണ്, എല്ലാ ഒത്തുകൂടലിന്റെയും തിലകമാണ് മഹാന്മാരായ അഹ്ലുബൈത്തിലെ നേതാക്കൾ. അതുകൊണ്ട് അവരുടെ സ്ഥാനം വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന് സേവനം ചെയ്യുന്ന ഒരു സേവകനുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, മഹാനവറുകളോ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന് സേവനം ചെയ്യുന്ന ബരീറ എന്നവരുണ്ട്. മഹദി അവറുകളെ ഒരാൾ കാണുമ്പോ വിളിക്കുകയാണ്, യാ ബരീറ, നീ തങ്ങന്മാർക്ക് സേവനം ചെയ്തിട്ട് നിനക്കൊന്നും കിട്ടാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം നിനക്കൊന്നും ചെയ്തു തരില്ല. ഇത് പറയുമ്പോഴേക്ക് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എത്തുമ്പോ ഹബീബ് വൈകിയില്ല. അവിടെ താരമുണ്ട് പോലും മുറുക്കി ഉടുക്കാനുള്ള സാവധാനം നിൽക്കാതെ വേഗം പള്ളിയിലേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധൃതിയിൽ പുറപ്പെടുന്നത് കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു ഏതോ ഒരു സൈന്യം ഒരുങ്ങേണ്ട സമയമായി എന്ന്. ഞങ്ങളെല്ലാം ഞങ്ങളുടെ വാളുകളും പടയങ്കിയും ഒക്കെ എടുത്തു ചെന്നു. കാരണം അത്ര വലിയ ധടുതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ വിചാരം ഒരു യുദ്ധസംഘം പുറപ്പെടേണ്ട സമയമായി എന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ പള്ളിയിലേക്ക് വന്നു. ثم صعد المنبر, മിമ്പറിലേക്ക് കയറി അല്ലാഹുവിനെ സ്തുതിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, മൻ അനാ, ഞാൻ ആരാണ്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അന്ത റസൂലുള്ളാഹ്, അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണ്. നഅം വലാകിൻ മൻ അനാ, അത് ശരി തന്നെ, എന്നാലും ഞാൻ ആരാണ്? ഇപ്പോൾ ചോദിക്കുന്ന മാനദണ്ഡം അതല്ലെന്നു സാരം.
ഉടനെ അവര് പറയുകയാണ്, ഓ നബിയേ, അബ്ദുമനാഫിന്റെ മകൻ, ഹാഷിമിന്റെ മകൻ, അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മകൻ, അബ്ദുല്ലാഹി എന്നവരുടെ പുത്രനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? അതേ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അന സയ്യിദു വലദി ആദം വലാ ഫഖറാ, ഞാൻ മനുഷ്യകുലത്തിന്റെ നേതാവാണ്, ആദ്യമായി ഖബറിൽ നിന്ന് ഉയർത്തപ്പെടുന്ന ആളാണ്, ഞാൻ ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, എൻ്റെ അഹ്ലു ബൈത്തോ അവര് വലിയ ഉയർന്ന പദവിയുള്ളവരാണ്, എൻ്റെ ശുപാർശയോ എൻ്റെ അഹ്ലു ബൈത്തിന് ലഭിക്കുന്നതാണ്, അവരുടെ പദവി ചെറുതല്ല. അപ്പോൾ ലോകത്തിന് മുഴുവനും വെളിച്ചം പകർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് മഹത്വങ്ങൾ എണ്ണി പറഞ്ഞ അഹ്ലുബൈത്തിലെ മഹാരഥനായ ഹസനുൽ അൻവർ വീട്ടിലേക്ക് വന്ന് മദീനയിലേക്ക് പോകാനുള്ള ഓർഡറും സ്വീകരിച്ച് വരുമ്പോ, പ്രിയമുള്ള സഹോദരന്മാരെ, നഫീസ റളിയല്ലാഹു അൻഹ മക്കയിൽ ജീവിക്കുകയാണ്. മക്കായുടെ ചരിത്ര പ്രസിദ്ധമായ ഈമാനിക തലസ്ഥാന നഗരിയിൽ മഹദി കഴിഞ്ഞുകൂടുമ്പോ ഒരു വീട്ടിലെ സാഹചര്യമാണ് ഒരു കുഞ്ഞിനെ പാകപ്പെടുത്തുന്നത്. വാപ്പയാണെങ്കിലോ വലിയ ആലിമാണ്, മുദർരിസാണ്, ഒരു കറാഹത്ത് പോലും വരാത്ത മഹാനാണ്. ഒരിക്കൽ ഒരാള് വാപ്പാനെ അഭിനന്ദിക്കുകയാണ്, അല്ലാഹു ഫർദുൻ വബ്നു സൈദിൻ ഫർദു, അല്ലാഹു ഏകനാണ്, സൈദിന്റെ മകൻ ഹസനുൽ അൻവറും ഏകനാണ്. ഉടനെ മഹാനവറുകൾ ഇറങ്ങി വിധി കൽപ്പിക്കേണ്ട കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് മുഖം നിലത്തേക്ക് വെച്ചുകൊണ്ട് അല്ലാഹുവിനോട്, റബ്ബേ നീ ഉന്നതനാണെന്ന് പറഞ്ഞിട്ട് പാടുകയാണ്, അല്ലാഹു ഫർദുൻ വബ്നു സൈദിൻ അബ്ദു, അല്ലാഹു ഏകനാണ്, ഈ സൈദിന്റെ മകൻ അടിമയാണ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്, എന്നെ ആളുകൾ ഇവിടെ ആവശ്യമില്ലാതെ പ്രകീർത്തനം നടത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് വിനയത്തിന്റെ ഭാവത്തിൽ ജീവിക്കുന്ന മഹാനായ ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് മഹദി അവറുകളതാ ഖുർആൻ പഠിക്കുകയാണ്. ഉമ്മയും വാപ്പയും നല്ല മട്ടത്തിലുള്ള പരിശീലനം നൽകിയാലല്ലാതെ മക്കൾ നന്നാവൂല. അവലുമ്മ മദ്റസത്തുൻ ഇദാ അദദത്ഹാ, ഉമ്മയാണ് ആദ്യത്തെ മദ്രസ. ഉമ്മാന്റെ മദ്രസ പാളിപ്പോയാൽ മക്കൾ നന്നാവൂല. ഇന്ന് നമ്മുടെ മുസ്ലിം കുടുംബങ്ങളിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ഈമാനികമായി വളരാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ വീട്ടിലില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ഈമാൻ ഉൾക്കൊള്ളാൻ എന്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചു? നമ്മുടെ മക്കൾക്ക് ഈമാൻ ഉണ്ടാകാൻ എന്താണ് നമ്മുടെ വീട്ടിലുള്ളത്? നമ്മുടെ വീട്ടിലെ ആഡംബര സമാനമായ ജീവിത സൗകര്യങ്ങൾ അവർക്ക് ഈമാൻ നൽകുമോ? നമ്മുടെ വീട്ടിലെ മിന്നിമറയുന്ന TV സംവിധാനം നമ്മുടെ മക്കൾക്ക് ഈമാൻ നൽകുമോ? നമ്മുടെ വീട്ടിലെ ഇന്റർനെറ്റ് സൗകര്യം നമ്മുടെ മക്കൾക്ക് ഈമാൻ നൽകുമോ? ഉള്ള ഈമാനും കൂടി നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. നമ്മുടെ മക്കൾക്ക് ഈമാൻ ഉണ്ടാകാൻ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തു ചെയ്തു വെച്ചു? രക്ഷിതാക്കളെ, നമ്മൾ ആലോചിക്കേണ്ട സമയമായില്ലേ? നേരത്തെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്ന വാപ്പ സൈലന്റായി മകനെ നന്നാക്കുന്ന വാപ്പയാണ്. സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റിട്ട് മക്കളെ വിളിക്കുന്ന ഉമ്മ
മക്കളെ നന്നാക്കാനുള്ള ഉമ്മയാണ്. അതേ സമയത്ത് മക്കളെ രാവിലെ കെട്ടിയൊരുക്കി പള്ളിക്കൂടത്തിൽ വിട്ട് അങ്ങാടികളിൽ മുഴുവനും കറങ്ങാനിറങ്ങുന്ന കറുത്ത ലോഹ ധരിച്ച ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ നന്നാക്കാൻ നിങ്ങളുടെ ജീവിതത്തിന് സാധിക്കുമോ? ആഡംബരത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിൽ മതത്തിന്റെ മൂല്യങ്ങളെ മുഴുവനും വലിച്ചെറിഞ്ഞ് ആഭരണമയമായ ജീവിതത്തിലൂടെ കോട്ടക്കലങ്ങാടിയിലും മലപ്പുറത്തങ്ങാടിയിലും തിരൂരങ്ങാടിയിലും തിരൂർ അങ്ങാടിയിലും ഒക്കെ കറങ്ങി നടക്കുന്ന ഉമ്മമാരെ, റമദാനിൽ പോലും ഷോപ്പിങ്ങിന്റെ പേരിൽ അള്ളാഹുവിന്റെ മതത്തിന്റെ മൂല്യങ്ങളെ പറിച്ചെറിയുന്ന ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾക്ക് നന്മ പകർന്നു കൊടുക്കാൻ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? കഴിഞ്ഞുപോയ മുഴുവൻ മഹാന്മാരും മഹതിമാരും പാകമൊത്ത ഉമ്മമാരുടെയും ഒപ്പമാരുടെയും സംഭാവനകളാണ്. മാതൃകയുടെ മഹാത്മ്യങ്ങളായ മൂല്യങ്ങളുടെ ഉടമകളാണവർ. അതുകൊണ്ട് നല്ല ഉമ്മയിൽ നിന്നാണ് നല്ല മകനുണ്ടാകുന്നത്. മഹാനായ ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഓതാനേച്ചതാരാ? ഹമ്മാദ് ബിൻ അബീ സുലൈമാൻ എന്ന ഉസ്താദിന്റെ അടുക്കലേക്ക് വിട്ടതുമ്മയാ. അതുപോലെ ഇമാമീങ്ങളാകുന്ന ഇമാമീങ്ങളെ മുഴുവനും പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പഠിക്കാൻ പറഞ്ഞയച്ചവരാരാ? ഉമ്മമാരുടെ ചരിത്രമാണ് നീണ്ടുകിടക്കുന്നത്. നബവി ഇമാമതങ്ങൾ 40 വയസ്സ് കഴിഞ്ഞപ്പോഴും ജോലി ചെയ്ത് ശമ്പളം വീട്ടിൽ കൊണ്ടു കൊടുത്ത മോനല്ല. 40 വയസ്സ് കഴിഞ്ഞപ്പോഴും നബവി ഇമാമതങ്ങൾ ദർസ് നടത്താനും കിതാബ് എഴുതാനും പള്ളിയില. വീട്ടിലേക്ക് ഒരു ഫിൽസിന്റെയും വരുമാനമില്ല, 1 രൂപയുടെയും വരുമാനമില്ല. പ്രിയപ്പെട്ട മക്കൾ പണമുണ്ടാക്കാനുള്ള യന്ത്രങ്ങളാണെന്ന് ചിന്തിക്കുന്ന ആധുനിക പിതാക്കൾ ഈ ചരിത്രത്തിന്റെ സാക്ഷ്യത്തെ അറിയണം. നബവി ഇമാമതങ്ങളിലൂടെ വീട്ടിലേക്ക് ഒരു വരുമാനമില്ല. വാപ്പാന്റെ പണി എന്താ? എന്നും ഇപ്പോഴും 40 വയസ്സ് കഴിഞ്ഞിട്ടും ഓതി പഠിച്ചുകൊണ്ടിരിക്കുന്ന മോന് ഭക്ഷണം കൊണ്ട് കൊടുക്കണം. നബവി ഇമാമതങ്ങൾക്ക് ശമ്പളം വാങ്ങാത്ത മുദർരിസ്, കിതാബ് എഴുതിക്കൊണ്ടിരിക്കുന്ന രചയിതാവ്, ആരാധനാ നിമഗ്നനായി ജീവിക്കുന്ന തത്വജ്ഞാനി, എല്ലാത്തിലും ഉപരിയായി അള്ളാഹുവിന്റെ ഇൽമിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതം, വിജ്ഞാനത്തിൽ ലയിച്ചു ചേർന്നിട്ട് വിവാഹം പോലും മറന്നുപോയ മഹാരഥൻ, ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു 40 വയസ്സ് കഴിയുമ്പോഴും വാപ്പ കൊണ്ട കൊടുക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിക്കുന്നു. വാപ്പാക്ക് പ്രയാസമില്ല. കാരണം മകനിലൂടെ കാണുന്നത് കേവലമായ താൽക്കാലിക വരുമാനമായിരുന്നില്ല. ഭൗതികമായ ജീവിതത്തിന്റെ മേച്ചിൽപ്പുറങ്ങൾ ഒരുക്കാനുള്ള പണമുണ്ടാക്കുന്ന യന്ത്രമായിട്ടല്ല, നാളത്തേക്ക് അള്ളാന്റെ സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന മകനെ കാണാൻ നബവി ഇമാമതങ്ങളുടെ വാപ്പാക്ക് കഴിഞ്ഞു. അപ്പോൾ പ്രിയമുള്ളവരെ, ആ മഹാനായ ഇമാമുൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി പാകപ്പെടുത്തിയത് ഉപ്പയാണ്. മഹാനായ ഇബ്നു സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി തഖിയുദ്ദീൻ സുബ്കിയുടെ സമ്മാനമാണ്. റഹിമഹുമല്ലാഹ്. ശിഹാബുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് മുഹമ്മദുർ റംലി റഹിമഹുല്ലാഹ് കിടക്കുന്നുണ്ട്. വലിയൊരു സമ്മാനമാണ്. ഇതുപോലെ വാപ്പമാര് ഉമ്മമാര് മക്കൾ നല്ല പേരും ചൂരും പൈസയും ഉള്ളവരാകണമെന്ന് മാത്രം ചിന്തിക്കുന്ന യുഗമാണ് മാറിയിട്ട് നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിനെ അറിയണമെന്ന ചിന്തയിലേക്ക് വരണം. ആരാധന ചെയ്യുന്ന മക്കളാകണമെന്ന ചിന്തയിലേക്ക് വരണം. അള്ളാഹുവിന്റെ നിയമമറിയുന്ന മക്കളാകണമെന്ന ചിന്തയിലേക്ക് വരണം. താൽക്കാലികമായ ലോകത്തെ ചീറിപ്പാറുന്ന വാഹനങ്ങളെയും മാനം മുട്ടുന്ന കൊട്ടാരങ്ങളെയും ഞെട്ടിത്തെരിപ്പിക്കുന്ന ജീവിത ചുറ്റുപാടുകളെയും മാത്രം സ്വപ്നം കാണുന്നിടത്ത് നിന്ന് മാറിയിട്ട് മൂല്യമുള്ള ജീവിതത്തിലേക്ക് വരണേ. ആ ഒരു മൂല്യ വിചാരത്തിൽ നിന്ന് സമുദായം മാറിയപ്പോ എന്റെ മകനാരാകണമെന്ന ചിന്തയിൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് ചിന്ത പാളിപ്പോയി.
ഇപ്പൊ മുസ്ലിയാക്കന്മാരുടെ ചിന്ത കൂടി പാളിപ്പോയൊരു കാലം. SSLCയുടെ റിസൾട്ട് കഴിഞ്ഞപ്പോ എത്ര രക്ഷിതാക്കളാ വിളിക്കുന്നത്, ആ എഞ്ചിനീയറിംഗ് കോളേജിൽ, ഈ മെഡിക്കൽ കോളേജിൽ, അപ്പുറത്തെ ഡെന്റൽ കോളേജിൽ, ഇപ്പുറത്തെ മാനേജ്മെന്റ് കോളേജിൽ എല്ലാം അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു. അത്തരം വിദ്യാഭ്യാസങ്ങൾക്ക് ചില എതിരല്ല. പക്ഷേ കേവലമായ ഭൗതിക വിജ്ഞാനത്തിന്റെ ഭ്രാന്തിൽ ആത്മീയതയെ മരിപ്പിച്ചു കളയുന്ന ആധുനിക രക്ഷിതാക്കളുടെ ചിന്തയിൽ നിന്നും മാറണം. എന്റെ മകൻ അള്ളാഹുവിനെ അറിയണമെന്ന അടിസ്ഥാന ചിന്തയിലേക്ക് വരണം. എന്റെ മകൻ അള്ളാഹുവിനെ അറിയണമെന്ന ചിന്തയിലേക്ക് വരണം. ഒരു മുസ്ലിയാർ ചിന്തിക്കുകയാണ്, എന്റെ മോനൊരു മുസ്ലിയാരായ പോരാന്ന്. എന്നാൽ ആ മുസ്ലിയാർക്ക് മതത്തിന്റെ മൂല്യം മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിന് ലഭിച്ച അള്ളാഹുവിന്റെ ഇൽമിന്റെ മഹത്വം മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിന് ലഭിച്ച അള്ളാഹുവിന്റെ ജ്ഞാനത്തിന്റെ മധുരം അറിഞ്ഞിട്ടില്ല. ലഭിച്ചിട്ടുള്ള നിയോഗത്തിന്റെ മൂല്യം അറിയൂല. അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചു പോകുന്നത്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവാളന്മാരുടെ അത്രയും പദവിയിലേക്ക് എത്താൻ ലോകത്തൊരു തമ്പുരാനും സാധ്യമല്ല. നഫീസ റളിയല്ലാഹു അൻഹ പണ്ഡിതനായ ഉപ്പാന്റെയും ജ്ഞാനമുള്ള ഉമ്മാന്റെയും അടിത്തട്ടിൽ മക്കയിൽ ജീവിക്കുമ്പോ ചെറിയ പ്രായത്തിലെ മഹദി അവറുകൾ ദുആരക്കുകയാണ്, അല്ലാഹുമ്മ ഹുൽ ബൈനി വബൈന കുല്ലി മാ യുശ്ഗിലുനി അൻക. അല്ലാഹുവേ, എന്നെയും നിന്നെ കുറിച്ച് അല്ലാത്ത വിചാരം നൽകുന്നതിനെയും ഇടയിൽ നീ മറയിടണേ റബ്ബേ. നിന്നെ കുറിച്ചല്ലാത്ത വിചാരം എനിക്ക് വേണ്ട. വഹബ്ബിബ് ഇലയ്യ കുല്ലമാ യുഖർരിബുനി മിൻക. നിന്നിലേക്ക് അടുക്കാൻ പറ്റുന്ന എല്ലാത്തിനോടും എനിക്ക് പ്രിയം തരണേ അല്ലാഹ്. അല്ലാഹ്, എനിക്ക് നീ നിന്നിലേക്കുള്ള വഴി എളുപ്പമാക്കണേ അല്ലാഹ്. വയസ്സിർ ലി الطريق لطاعتك واجعلني من أهل ولايتك فإنك وحدك المرجو في الشدائد المقصود في النوائب والملمات. അല്ലാഹ്, 5 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് നഫീസ റളിയല്ലാഹു അൻഹയുടെ പ്രാർത്ഥനയാ, അല്ലാഹ് നിന്നെ മറപ്പിച്ചു കളയുന്ന ഒന്ന് എനിക്ക് തരല്ലേ അല്ലാഹ്. നിന്നിലേക്ക് എനിക്ക് പ്രിയം തരണേ അല്ലാഹ്. നിന്നിലേക്ക് എൻ്റെ മനസ്സ് ചേർത്ത് തരണേ അല്ലാഹ്. അല്ലാഹുവിൽ ലയിച്ചു കിടക്കുകയാ. ഖുദാ കി റസാ चाहते हैं दो आलम, खुदा चाहता है रज़ाए मोहम्मद. खुदा का नाम लिख देना, नबी का नाम लिख देना. कई कुफरों के झंडा है, उधर इस्लाम लिख देना. അല്ലാഹുവിന്റെ നാമം എഴുതണം, അല്ലാഹുവിന്റെ നാമം ഉയരണം. പരമാധികാരിയുടെ പവിത്രമായ നാമത്തിന്റെ ഉദ്ഘോഷണങ്ങൾ നടക്കണം. ഉന്നതിയുടെ മേറ്റിൻ പുറങ്ങളിൽ ഈ ലോകത്തിന്റെ മുഴുവനും ആത്യന്ത്യാധികാരത്തിന്റെ ശ്രേഷ്ഠനായ റബ്ബിന്റെ നാമം ഉയരണം. എനിക്ക് നീയല്ലാതെ ഇല്ല. പാതിരാവിന്റെ പഴുതിലെല്ലാവരും ഉറങ്ങുന്ന നേരത്ത് റാബിഅ റളിയല്ലാഹു അൻഹയുടെ അധരങ്ങൾ മന്ത്രിച്ചതുപോലെയാണ്, അല്ലാഹുവേ ഹറക്കത്തിൽ അസ്വാ സകനത്തിൽ ഹറകാത് ഫഹദഅത്തിൽ അസ്വാത് ഖലാ കുല്ലു ഹബീബിൻ ബിഹബീബിഹി. അല്ലാഹുവേ ശബ്ദങ്ങൾ നിശ്ചലമായി, അല്ലാഹുവേ ചലനങ്ങൾ അവസാനിച്ചു, അല്ലാഹുവേ എല്ലാ പ്രണയികളും പ്രണയിതാക്കളോട് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞു, എല്ലാ ഭാര്യമാരും ഭർത്താക്കളോട് പ്രണയ ചുംബനത്തിൽ ആഴ്ന്നു കഴിഞ്ഞു. എനിക്കാരുമില്ല,
എനിക്ക് നീ മാത്രമേ ഉള്ളൂ പ്രണയിക്കുവാൻ, ആലിംഗനം ചെയ്യുവാൻ, എല്ലാത്തിനും നീ മാത്രം. അതുകൊണ്ട് എനിക്കൊരടക്കം പറയാനുണ്ട്, എനിക്കൊരാവശ്യം ഉന്നയിക്കാനുണ്ട്. എന്താണതെന്നല്ലേ? ഇബ്നു ഖല്ലിഖാൻ രേഖപ്പെടുത്തിയതാണ്. എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. നരകമോചനമാകുന്ന സമ്മാനം കൊണ്ട് പ്രണയങ്ങളെ മുഴുവനും നിനക്ക് വേണ്ടി മാറ്റിവെച്ച എനിക്ക് നീ സമ്മാനമായി നൽകണേ. മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹ ചെറുപ്പത്തിലേ ഉള്ള ദുആയാണ്. 5 വയസ്സാകുന്നതിന് മുമ്പ് ദുആ ചെയ്യുകയാണ്, എനിക്ക് നീയല്ലാതെ ആരും വേണ്ട റബ്ബേ. 5-ാം വയസ്സിൽ ഉപ്പാന്റെ ഒപ്പം മദീനയിലേക്കാണ്. ലംഹ ലംഹ ബസർ ഹോ തെരേ ദിക്ർ में, जिंदगी का सफर हो तेरे जिक्र में, बस ज़बान नग़मे गर हो तेरे जिक्र में, हर कली हर समर लहलहाते शजर, चांदनी कहकशान नूर शम्सो कमर, ये ज़मीने फलक बल्कि हर खश को तर कर रहे हैं सना, सब हम अल्लाह हो. പ്രപഞ്ചമേ, പ്രപഞ്ചത്തിലെ ഉദ്യാനങ്ങളെ, ഉപരിലോകമേ, ഭൗമലോകമേ, അന്തരീക്ഷമേ, ഋതുഭേദങ്ങളെ, എല്ലാം അല്ലാഹുവേ നിന്റെ സംവിധാനമാണ്, നിന്നിൽ ലയിച്ചിരിക്കുകയാണ് എന്ന അല്ലാഹുവിലേക്ക് വിലയം തേടിയ ബാല്യം മദീനയുടെ മണ്ണിലേക്ക് പോവുകയാണ്, വലിയുപ്പാന്റെ സവിധത്തിലേക്കാണ്. चमन चमन के दिलकशी गुलों के ही वो शबनमी, वो उतना प्यारा नाम है नबी 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 नबी. ഞാൻ മദീനയിലേക്കുള്ള സഞ്ചാരമാണ്, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ അടുക്കലേക്കുള്ള സഞ്ചാരിയാണ്. സലക്കിനൽ ഫയാഫി വൽ ഖിഫാർ അലൻ നുജുബി. ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ വരികളാണ്. ഓരോരുത്തരും ചൊല്ലുകയാണ്. മദീനയിലേക്കുള്ള സഞ്ചാരികൾ ചൊല്ലിയ അത്രയും വരികൾ ലോകത്തെവിടേക്കും ഒരു സഞ്ചാരിയും ചൊല്ലിയിട്ടില്ല. കാരണം അത്രത്തോളം സഞ്ചാരകർ വേറെ ഒരു പട്ടണത്തിലേക്കുമില്ല. ഓ കൈസേ ലോഗ് ഹേ മാലിക് ജോ രഹ്തേ ഹേ മദീനേ മേം. മദീനയിൽ നേതാവുള്ള അനുയായികളെ, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. മഹബ്ബത്ത് ദിൽ മേ ആഖാ കി ഹേ ഓർ ഖുർആൻ സീനേ മേം. നെഞ്ചത്ത് ഖുർആനും ഉള്ളിൽ നബി സ്നേഹവും ഉള്ളവരെ, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. മേരെ മാലിക് ദിക്കാ ഹംകോ ഹറം മേ നൂർ കി ബാരിഷ്. ഹറമിലേക്ക് പ്രഭാവത്തിന്റെ മഴ പെയ്യിച്ച നേതാവേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനെ ജാനെ വാലോं से गले मिल मिल के कहता हूँ, नबी से पूछना किस दिन बुलाएंगे मदीने में. മദീനെ ജാനെ വാലോ സേ, മദീനയിലേക്കുള്ള സഞ്ചാരികളോട് ചോദിക്കൂ. മിൽ മിൽ കെ കഹത്തെ ഹോ, ചോദിക്കൂ നിങ്ങൾ. നബി സേ പൂച്ച്നാ കിസ് ദിൻ ബുലായെങ്കേ മദീനേ മേം. എന്നാണ് ഞങ്ങളെ മദീനയിലേക്ക് വിളിക്കുകയെന്ന് മദീനയിൽ ചെല്ലുമ്പോ എന്റെ നേതാവിനോടൊന്ന് ചോദിച്ചു വരുമോ എന്ന് സഞ്ചാരികളോടൊന്ന് പറഞ്ഞു പോകൂ. മാത്രമാണോ ഉംറ ഗുസരി ഹേരോരോക്കെ മദീനയ്ക്ക് ജുദായി മേ. എന്റെ വയസ്സ് മുഴുവനും മദീനയെ പ്രണയിച്ച് കരയുകയാണ്. ബുലാലോ അബു ഫഖീറോൻ കോ മേരെ ആഖാ മദീനേ മേം. ഇതൊരു ഫഖീറാണ്, ആവശ്യക്കാരനാണ്. ഇതൊരാവശ്യക്കാരനാണ്, ഇതൊരാവശ്യക്കാരനാണ് എന്നാണ് എന്നെ മദീനയിലേക്ക് വിളിക്കുന്നത്. ബടാ ബേചീൻ രഹ്താ ഹോ സുകൂൻ ദിൽ കോ നഹീ മിൽതാ. എന്റെ ശരീരം ഇവിടെ നിൽക്കുന്നുണ്ട്, പക്ഷേ എന്റെ മനസ്സ് അടങ്ങുന്നില്ല.
കാരണം എവിടേക്ക് വരാനാണ്? ത്വയ്ബാപ്പെ ത്വയ്ബാപ്പെ എല്ലാക്കോ സലാം. മദീനയിലേക്കുള്ള സഞ്ചാരിയാണ്. മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹ പോവുകയാണ് മദീനയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ഭൂമിയിലേക്ക് ഉപ്പാന്റെ കൂടെ മദീനയിൽ ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ ചെല്ലുമ്പോൾ മദീന വിജ്ഞാനത്തിന്റെ പട്ടണമാണ്. അവിടെയുള്ളതാരെന്നറിയുമോ? ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. മാലിക് ഇമാം ദർസ് നടത്തുന്ന മദീനയിലേക്ക്, മാലിക് ഇമാം തങ്ങൾ ദർസ് നടത്തുന്ന മദീനയിലേക്ക് ഉപ്പയാകുന്ന ഹസനുൽ അൻവർ മദീനയുടെ ഗവർണറാണ്. മദീനയിൽ ചെന്നപ്പോൾ ഇടയ്ക്കിടെ മകളെയും കൊണ്ട് ഹുജറത്തു ശരീഫയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മദീനയിൽ ചെന്ന് ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു മകളെയും കൊണ്ട് പോവാ ഇലാ മുവാജഹത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് ചെല്ലുന്നു. ഇടയ്ക്കിടെ സിയാറത്തിനാണ്. ഇടയ്ക്കിടെ മദീനയിൽ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ നിന്ന് ജനങ്ങൾക്ക് കേൾക്കാനുള്ള വഅളുകൾ കേൾക്കുകയാണ്. മാലിക് ഇമാം തങ്ങളുടെ വഅള് കേൾക്കാൻ നിയോഗം ലഭിച്ച ഭവതി, ഇൽമിന്റെ ഭണ്ഡാരങ്ങളെ ഒതുക്കാൻ ഭാഗ്യം കിട്ടിയ ഭവതി 8ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാഠമാണ്. ഉമ്മമാരെ, പള്ളിക്കൂടത്തിൽ 10ാം ക്ലാസിന്റെ 2 അയലത്തെത്തുമ്പോഴേക്ക് മദ്രസ കട്ടു ചെയ്യുന്ന ഉമ്മമാരെ, ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ കടയ്ക്കു കത്തിവെച്ചിട്ട് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഭ്രാന്ത് പിടിച്ചു പോയ മലബാറിലെ നല്ലൊരു വിഭാഗം ജനങ്ങളുള്ള കാലമാണ്. അതാ നഫീസ റളിയല്ലാഹു അൻഹ ആരാണ്? ഹാഫിളത്തുൽ ഖുർആൻ. 8ാം വയസ്സിൽ ഖുർആൻ മനപ്പാഠമാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു 7ാം വയസ്സിൽ ഹാഫിളാണ്. നഫീസ റളിയല്ലാഹു അൻഹ 8ാം വയസ്സിൽ ഹാഫിളത്താണ്. അപ്പൊ സ്ത്രീകൾക്ക് ഇസ്ലാമിക ജ്ഞാനം നേടാൻ അവരുടെ വീടിന്റെയും പരിമിതികളുടെയും പശ്ചാത്തലങ്ങൾക്കനുസൃതമായ വിജ്ഞാന സമ്പ്രദായം ഇസ്ലാമിനുണ്ട്. ഇസ്ലാമിനുണ്ട്. ഇസ്ലാം ഒരുപാട് പണ്ഡിതകളെ സംഭാവന ചെയ്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ വലിയ പണ്ഡിതയാണ്. പക്ഷേ സ്വഹാബത്തിനോടൊപ്പം അഹ്ലുസ്സുഫയോടൊപ്പം വന്ന് ക്ലാസ്സിൽ ഇരുന്നിട്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിരുന്നിട്ട്. അതുപോലെ മഹദികളായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വലിയ പണ്ഡിതയാണ്. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം മറ്റു പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് ദർസിലേക്ക് യാത്ര ചെയ്തിട്ടല്ല. വനിതകൾക്ക് വിജ്ഞാനമുള്ള പണ്ഡിതകളായ ആളുകൾ മുൻകാല ഇമാമുകളുടെ അരമനയിൽ ഉണ്ട്. ഇമാം യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു ജാമിഉ കറാമാത്തിൽ ഔലിയിൽ വലിയ കറാമത്തിന്റെ ഉടമകളായ മഹദികളെ പറയുമ്പോൾ വലിയ ആഴത്തിൽ പാണ്ഡിത്യമുണ്ടായിരുന്നവരെ പരിചയപ്പെടുത്തുന്നു. മഹദിയായ ബീഗം സീനത്ത് റളിയല്ലാഹു അൻഹാ സീനത്തുൽ തഫാസീറിന്റെ മുസന്നിഫാണ്. രചന നടത്തിയ മഹദിയാണ്. ഔറംഗസീബ് ആലംഗീറിന്റെ മകളാണ്. ഇതുപോലെ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്ന് കിതാബ് പഠിച്ച മഹദിയാണ്. മുവത്ത ഓതി കൊടുക്കുന്ന നേരത്ത് വലിയ പണ്ഡിതന്മാര് ദർസിൽ ഇരുന്നു കൊണ്ട് പാഠം കേൾക്കുമ്പോൾ ഹദീസ് നിവേദനം ചെയ്യുന്നവരുടെ പേരൊന്ന് മാറിപ്പോയാൽ മാലിക് ഇമാം തങ്ങൾ ഇരിക്കുന്നതിന്റെ പിന്നിലെ സ്ക്രീനിൽ ഒരു ശബ്ദം കേൾക്കുന്നു. മകള് ശബ്ദമുണ്ടാക്കുകയാണ്. കാരണം നിവേദനം ചെയ്ത ആളുടെ പേര് വായിച്ചത് മാറിപ്പോയി. ഈ
വിഷയം മനസ്സിലാക്കിയാൽ ഉടനെ മാലിക് ഇമാം തങ്ങൾ പറയും ആ പരമ്പര ഒന്നുകൂടി വായിക്കാൻ. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ, സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ വലിയ പണ്ഡിതയായിരുന്നു. അതുകൊണ്ടാണ് സഈദ് ബിൻ മുസയ്യിബ് തങ്ങളുടെ മുത്തഅല്ലിമായ ഭർത്താവിനോട് പറയാണ്, പിറ്റേന്ന് രാവിലെ വിവാഹത്തിന്റെ പിറ്റേന്ന് ദർസിലേക്ക് പോകാനിറങ്ങുന്ന ഭർത്താവിനോട് പറയുന്നു, ഉഅല്ലിമുക ഇൽമ സഈദ്, എന്റെ പ്രിയപ്പെട്ട ഉപ്പ സഈദ് എന്നവർ മസ്ജിദുൻ നബവിയിൽ നടത്തുന്ന ദർസിൽ ഇന്ന് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇതുപോലെ പണ്ഡിതകളെ വാർത്തെടുക്കാൻ മുൻഗാമികളായ ഇമാമുകളുടെ അരമനകളിൽ വകുപ്പുണ്ടായിരുന്നു. അതിന് ഭൗതികമായി പുരുഷന്മാർ ഇറങ്ങും പോലെ ഇറങ്ങണം എന്നില്ല. ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ പല ചർച്ചകളും ഭാര്യയോട് ഹദീസ് പരമായി നടത്തിയിട്ടുണ്ടെന്ന് അഹ്മദ് ഖലീൽ ജുമഅയുടെ നിസാഉ മിന താരീഖിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ അരമനകളിൽ പണ്ഡിതകൾ വളർന്നു വന്നിരുന്നു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ 8ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കി മാലിക് ഇമാം തങ്ങളുടെ വഅദ് കേട്ട് ജീവിച്ച് ഉപ്പാന്റെ അടുക്കൽ നിന്ന് ഹദീസുകൾ പഠിച്ച് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ 16ാമത്തെ വയസ്സായപ്പോ അതാ വിവാഹ ആലോചനകൾ വരികയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള അധ്യായത്തിലേക്ക് നമുക്ക് നാളെ പോകാം. ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാം മിൻ ഖബസാത്തി നൂരി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവത്തിന്റെ ശകലങ്ങളാണ്. എല്ലാം മദീനയിൽ നിന്നുള്ള സമ്മാനമാണ്. എല്ലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രണയലോകത്തിന്റെ ദാനങ്ങളാണ്. മദീന ചോഡ്കർ ജന്നത്ത് കി ഖുശ്ബൂ മിൽ നഹീ സക്തി, മദീന ഒഴിവാക്കിയിട്ട് സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കാൻ കഴിയില്ല. മദീന രാജധാനി ഹേ, മദീന തലസ്ഥാനമാണ്. ദുആലം പർ ഹുകൂമത്ത് ഹേ, രണ്ട് ലോകത്തും അധികാരമുള്ള രാജധാനിയാണ്. രണ്ട് ലോകത്തും അധികാരമുള്ള തലസ്ഥാനമാണ് മദീന. ആ മദീനയുടെ നായകന്റെ ചാരത്ത് ജീവിക്കുന്ന മഹദിയായ ബീവി നഫീസ റളിയല്ലാഹു അൻഹ കേൾക്കുന്നത് ആരെയാണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇമാം മാലിക് തങ്ങൾ ആരെന്നറിയുമോ? മാ ബിത്തു ലൈലതൻ ഇല്ലാ വറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, എല്ലാ രാത്രിയിലും ഞാൻ റസൂലുള്ളാഹിനെ കാണാറുണ്ട്. ഹില്യത്തുൽ ഔലിയയിൽ ഇമാം അബൂ നുഐം തങ്ങൾ ഉദ്ധരിക്കുകയാണ്, എല്ലാ രാത്രിയിലും ഞാൻ ഹബീബിനെ കാണാറുണ്ട്. ഒരു ദിവസം മഹാനായ ഇമാം മാലിക് തങ്ങളുടെ അടുക്കൽ ശിഷ്യന്മാരിൽ നിന്ന് പരിചയമുള്ള ആളുകൾ എഴുതിയ ഒരു കത്ത് വായിക്കുകയാണ്. ആ കത്തിലുള്ളത് എന്തെന്നല്ലേ? ഓ മാലിക് ഇമാം തങ്ങളോട് പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, എൻ്റെ മിമ്പറിന്റെ അടിയിൽ സുഗന്ധവും വിജ്ഞാനവും ഞാൻ വെച്ചിട്ടുണ്ട്. അത് വിതരണം ചെയ്യാൻ മാലിക്കിനെ ഏൽപ്പിച്ചിരിക്കുന്നു. മാലിക് ഇമാം തങ്ങളുടെ മുമ്പിൽ വെച്ച് കത്തങ്ങ് വായിക്കുമ്പോ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് ദർസ് നടത്താനുള്ള അധികാരം ഔദ്യോഗികമായി നൽകിയതാണ്. ഹത്താ ലാ തുഹറം മിൻ റുയത്തിൻ നബി എന്ന ഗ്രന്ഥത്തിൽ ഇത് വിശദമായി എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെയാണ് ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു. ആരാ? നഫീസ റളിയല്ലാഹു അൻഹയുടെ വാപ്പയാ. യഅഖുദു ബിയദിഹാ വയദ്ഖുലു ബിഹാ ഇലൽ ഖബ്രി ശരീഫ്. മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ പിടിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് ചെല്ലുകയാണ്. സുബ്ഹ് ബഡ്താ തൈബാ മേ ഹുയി ബൾതാ ഹെ ബാളാ നൂർ കാ. സുബ്ഹ് തൈബാ മേ ഹുയി ബൾതാ ഹെ ബാളാ നൂർ കാ. ആയാ ഹെ താരാ നൂർ കാ, ആയാ ഹെ സാരാ നൂർ കാ. പ്രഭാവത്തിന്റെ ഉദ്യാനമേ, പരിജ്ഞാനത്തിന്റെ പറുദീസേ, ആത്മജ്ഞാനത്തിന്റെ പാരാവാരമേ, മദീനയുടെ വസന്തമേ, അവിടുത്തെ രാജാവ്, ലോകത്തിന്റെ മുഴുവനും നേതാവേ, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് സ്വലാത്തിന്റെ നഗരിയാണ്, ഇത് മഅ്ദിനിന്റെ മുറ്റമാണ്. കോടാനുകോടി ജനങ്ങളെ ഇതിലേക്ക് പ്രണയിപ്പിച്ചത് സ്വലാത്തിന്റെ ധമനികളാണ്. അതുകൊണ്ട് ഇത് മദീനയിലേക്കുള്ള സദ്യയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം. ഇവിടെ ഹബീബിന്റെ സാന്നിധ്യമുണ്ടാകും. റിസാലത്തുൻ ഫീ ഇസ്ബാത്തി വുജൂദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ കുല്ലി മകാൻ എന്നൊരു ഗ്രന്ഥം അടുത്തയിടയിൽ എൻ്റെ കയ്യിൽ കിട്ടി. അതില്ലതാ എഴുതി വച്ചിരിക്കുന്നു ഇമാമുകൾ, ഹബീബിന്റെ സാന്നിധ്യമുണ്ട് സ്വലാത്തിന്റെ മജ്ലിസിൽ. അതനുഭവിച്ച മഹാന്മാരുണ്ട്. അതിലൊരു മഹാനാണ് നൂറുദ്ദീൻ ശൗനി റഹ്മത്തുള്ളാഹി അലൈഹി. ഹബീബിന്റെ നോട്ടമുള്ള മജ്ലിസായി അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. സുബ്ഹ് തൈബാ മേ ഹുയി ബഡ്താ ഹെ ബാടാ നൂർ കാ, ആയാ ഹെ താരാ നൂർ കാ, ആയാ ഹെ സാരാ നൂർ കാ. എല്ലാം പ്രഭാവിതമാണ്. പ്രകാശത്തിന്റെ താരകങ്ങൾ ഇവിടെ പെയ്തിറങ്ങുകയാണ്. കാരണം ഇത് മദീനയിലെ സുബഹിയാണ്, ഇത് മദീനയിലെ പ്രഭാതമാണ്. ഇവിടെ പെയ്തിറങ്ങുന്നത് മുഴുവനും ലോകമോചനത്തിന്റെ താരകങ്ങളാണ്. എല്ലാം എനിക്ക് വേണ്ട മദീനേക്ക് ഗലിയ ചീലകി, എനിക്ക് മദീന മതി, അവിടുത്തെ ഗല്ലി മതി എന്ന മഹാന്മാര് പാടിയിട്ടുണ്ട്. അപ്പൊ മഹാനായ ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് മകളെയും പിടിച്ചുകൊണ്ട് പോയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്നി റാളിൻ അൻ ബിൻതി നഫീസ. എനിക്കെന്റെ മോള് നഫീസയോട് സംതൃപ്തിയാണ് നബിയേ, എനിക്കെന്റെ മോള് നഫീസയോട് വലിയ താല്പര്യമാണ് നബിയേ. അപ്പൊ പിതാവ് നന്നാകുക എന്നുള്ളത് വലിയ ബഹുമാനമാണ്. മാതാപിതാക്കളുടെ മഹത്വം മക്കളുടെ ഉയർച്ചയുടെ വലിയൊരു സൂചനയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു, അനൻ നബിയു ലാ കദിബ്, ഞാൻ സത്യത്തിൽ പ്രവാചകനാണ്. അനബിനു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബ് എന്ന കുലമഹിമയുള്ള നേതാവ്. മാത്രമല്ല ബിംബാരാധന കൊണ്ട് നിറഞ്ഞ നാട്ടിൽ ഏകത്വത്തിൽ നിന്ന ആളാണ് എൻ്റെ പ്രിയപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്ന ഉപ്പാപ്പ. അനൻ നബിയു ലാ കദിബ് എന്നതിന് തുടർന്ന് അബ്ദുൽ മുത്തലിബിന്റെ പേര് പറഞ്ഞപ്പോൾ അത് തൗഹീദിൽ അധിഷ്ഠിതമായ വിശ്വാസമാണ് അതിലൂടെ സൂചിപ്പിക്കുന്നതെന്ന് മഹാന്മാർ പറയുന്നു. ആ തൗഹീദിനെ പരിപാലിച്ച പിതാവിന്റെ മോനാണ് ഞാൻ. ബിംബാരാധനയിൽ തിരിഞ്ഞിട്ടില്ല, ബഹുദൈവാരാധനയിലേക്ക് പോയിട്ടില്ല, അല്ലാഹുവിലേക്ക് വിലയം പ്രാപിച്ചു നിന്ന ഉപ്പാപ്പമാരിലൂടെ വന്ന മകനാണ് ഞാൻ. അനബിനു അബ്ദുൽ മുത്തലിബ് എന്ന മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോൾ പറഞ്ഞു, അന ഖിയാറും മിൻ ഖിയാരിൻ മിൻ ഖിയാർ, ഞാൻ ഉന്നതരായ ഉപ്പമാരിൽ നിന്ന് വന്നിട്ടുള്ളയാളാണ് ഞാൻ. ഏറ്റവും വലിയ മഹാത്മ്യമുള്ള കുടുംബം എന്റേതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അവിടുത്തെ പ്രിയപ്പെട്ട മകൾ നഫീസ റളിയല്ലാഹു അൻഹ, അവിടുത്തെ ബാല്യം, അവിടുത്തെ കൗമാരം മദീനയിൽ മാലിക് ഇമാം തങ്ങളുടെ ദർസ് കേട്ട്, പണ്ഡിതന്മാരുടെ ഉപദേശങ്ങൾ കേട്ട്, വൈജ്ഞാനിക തലസ്ഥാനം അന്ന് മദീനയാണ്. അതുകൊണ്ട് 4 മദ്ഹബിന്റെ ഇമാമുകളിൽ 3 പേരും ലോകസഞ്ചാരം നടത്തിയിട്ടുണ്ട്. ഇമാം മാലിക് തങ്ങൾ പോയിട്ടില്ല. കാരണം ലോകം മുഴുവനും മദീനയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പോകേണ്ടി വന്നിട്ടില്ല. ഷാഫിഈ ഇമാം തങ്ങൾ, ഇമാം അബൂ ഹനീഫ തങ്ങൾ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹിമഹുമുല്ലാഹ്, അവരെല്ലാവരും സഞ്ചരിച്ചു ലോകം വിജ്ഞാനം തേടി, പണ്ഡിതന്മാരെ തേടി, അതുപോലെ പല മൂല്യങ്ങളും തേടി. പക്ഷേ ഇമാം മാലിക് തങ്ങൾ മക്കയിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. കാരണം എല്ലാം മദീനയിൽ ലഭിക്കും. അതുകൊണ്ടാണ് അവസാനം മദീനയിൽ തന്നെ കിടക്കുകയും ചെയ്തു. അള്ളാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഇൽമ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. സദസ്സിലുള്ള സഹോദരങ്ങളെല്ലാം ഒരു 2 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റു നിന്നാൽ ഞാൻ ഈ പറഞ്ഞത് തീർത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ, സയ്യിദ് അവർകൾ നമുക്ക് ദുആ ചെയ്തു തരും. മഹാനായ ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിൽ ചെന്നുകൊണ്ട് പലതവണയും മകളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, ഹബീബായ നബിയേ, എനിക്ക് ഈ മോളോട് വലിയ തൃപ്തിയാണ്, പ്രീതിയാണ്. ഫമാ സാല യഫ്അലു ഹത്താ റഅ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. അങ്ങനെ പലതവണ പോയി അവസാനം സ്വപ്നത്തിൽ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയുകയാണ്, യാ ഹസൻ, ഓ ഹസനുൽ അൻവറേ, ഇന്നി റാളിൻ അൻ ഇബ്നതിക നഫീസ ബിറിളാക അൻഹാ. അല്ലയോ മോനെ, നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട മകൾ നഫീസെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ കാരണത്താൽ ഞാനും നഫീസ മോളെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. വൽ ഹഖ് സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അറാളിൻ അൻഹാ ബിറിളായ അൻഹാ. ഞാൻ ഇഷ്ടപ്പെട്ട കാരണത്താൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എനിക്ക് പ്രിയമുള്ളവൾ എന്ന നിലക്ക് അല്ലാഹുവിനും പ്രിയമുള്ളവളായി നഫീസ മാറിപ്പോയി. നമ്മുടെ എല്ലാ സദസ്സുകളും എത്തിച്ചേരുന്നത് ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. നാളെ നഫീസ ബീവിയുടെ വിവാഹത്തിലേക്ക് വരും. അവിടുത്തെ ഈജിപ്തിലേക്ക് സഞ്ചരിക്കും, കറാമത്തുകളിലൂടെ പോകും. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു 150ഓളം കറാമത്തുകൾ നഫീസ റളിയല്ലാഹു അൻഹയ്ക്കുണ്ടെന്ന് രേഖപ്പെടുത്തിയത്. അതിൽ ചിലതിലൂടെ നമ്മൾ സഞ്ചരിച്ച് അവസാനം മഹദി അവരുടെ വിയോഗത്തിലേക്ക് എത്തുമ്പോഴും അതും മദീനയിലേക്കുള്ള വിലയമാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നഫീസ ബീവിയെ പറയുന്നത് ഒന്ന് അവിടുത്തെ മഹദിയുടെ ബറക്കത്ത് സ്വീകരിക്കാനാണ്, 2 അവിടുത്തെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇൽമും തഖ്വയും ഏറാനാണ്, വർദ്ധിക്കാനാണ്. 3-മതായി നമ്മുടെ ജീവിതത്തിൽ മാതൃകകളായി കാണേണ്ടത് മാതൃകയ്ക്കർഹതയുള്ള മഹാന്മാരെയും മഹദികളെയുമാണ്. അതിൽ അഗ്രസ്ഥാനികളിൽ ഒരാളാണ് മഹദി നഫീസ റളിയല്ലാഹു അൻഹാ. ഹിമാലയം കയറിയ പെണ്ണിനെ കണ്ട് മോളെ വളർത്തരുത്, IAS 1ാം റാങ്ക് വാങ്ങിയ പെണ്ണിനെ കണ്ട് മകളെ വളർത്തരുത്, നിയമസഭയുടെ മതിൽ ചാടുന്ന പെണ്ണിനെ കണ്ട് മകളെ വളർത്തരുത്. അങ്ങനെ സാഹസികതയുടെയും സ്പോർട്സിന്റെയും വിവിധ മേഖലകളിൽ കണ്ടല്ല മക്കളെ വളർത്തേണ്ടത്. സ്വർഗസ്ഥരായി മാറിയ, ലോകത്തെന്നുമെന്നും ഓർമ്മിക്കപ്പെടുന്ന മഹാന്മാരെയും മഹദികളെയും കണ്ട് അവരെ പോലെ എൻ്റെ മകളാകണം, അവരെ പോലെ എൻ്റെ മകനാകണം എന്ന ചിന്തയിലേക്ക് മുസ്ലിം ലോകം വരാൻ, അത്തരം ഒരു ചിന്തയെ രൂപപ്പെടുത്താൻ അല്ലാഹുവേ ഞങ്ങളുടെ ഈ പരമ്പരയ്ക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ.
അവസാന ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്ന മൂസൽ കാദിം തങ്ങളെ ഞാൻ ഓർത്തുപോവുകയാണ്. ഇമാം അബൂ ഹനീഫ തങ്ങളെ ഞാൻ ഓർത്തുപോവുകയാണ്. സയ്യിദ് ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ ഓർത്തുപോവുകയാണ്. ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുകയാണ്. അതുപോലെ ഒരുപാട് മഹാന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് അതിലേക്ക് ലയിച്ചു ചേർന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളും ഹബീബിലേക്ക് ലയിപ്പിച്ച് ഒരുപാട് തവണ അവിടുത്തെ വിസ്വാല് നൽകി അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ടു മരിച്ച് അഹ്ലുബൈത്തിനോടൊപ്പം ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. ഈ സദസ്സിന്റെയും ഈ സ്ഥാപനത്തിന്റെയും അമരക്കാരനായ മഹാനായ സയ്യിദ് അവറുകൾ ഞങ്ങളുടെ ഈ സദസ്സ് ഹബീബിലേക്ക് ചേർത്തു തരികയാണ്. അല്ലാഹുവേ, ഞങ്ങളെ അവിടുത്തോടൊപ്പം അവിടുത്തെ കുടുംബത്തിലെ മറ്റ് സാദാത്തുക്കളോടൊപ്പം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലിയ സദസ്സിൽ വെച്ച് ലോകത്തോട് വിട പറഞ്ഞ ആദരണീയരായ അവിടുത്തെ പിതാവിനോടൊപ്പം ഞങ്ങളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ. അഹ്ലുബൈത്തിന്റെ പാശത്തിലൊന്ന് ശഫാഅത്തിന് വേണ്ടി പിടിക്കാനാണ് ഞങ്ങൾ ഈ പരമ്പരകൾ തുടങ്ങുന്നത്. ഇത് ഞങ്ങൾക്ക് കബൂലാക്കണം അല്ലാഹ്. വസല്ലല്ലാഹു അലാ നബിയിനൽ അമീൻ.